പ്രിയമുള്ള നസ്രാണി സുഹൃത്തുക്കളെ, ഏവർക്കും ഈശോ മിശിഹായിൽ സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് സിനഡാലിറ്റി എന്ന കൺസെപ്റ്റാണ്. എന്താണ് ഈ സിനഡാലിറ്റി? ഒരുപക്ഷെ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമായരും ലീഡേഴ്സും ഒരു പരിധിവരെ അച്ഛന്മാരും ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു വേർഡാണ് സിനഡാലിറ്റി. എന്താണ് ഈ സിനഡാലിറ്റി കൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അർത്ഥമാക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഫ്രാൻസിസ് പാപ്പ പ്രൊക്ലെയിം ചെയ്ത സിനഡാലിറ്റി അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ മാത്രമാണ് സിനഡാലിറ്റിയെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ അതിരൂപതയിലെ ആരാധനാക്രമ നവീകരണത്തിൽ ഈ അതിരൂപതയിലെ വൈദികരെ കേൾക്കുവാനോ അൽമായരെ കേൾക്കുവാനോ മറ്റ് സന്യസ്തരെ കേൾക്കുവാനോ സിറോ മലബാർ സഭയുടെ സിനഡ് ശ്രമിച്ചില്ല. അൾത്താരയിൽ നിന്ന് വൈദികർ ഇങ്ങനൊക്കെ സഭാ സിനഡിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, സാധാരണ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകും. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് കേൾക്കാതെയാണോ സിനഡ് തീരുമാനമെടുക്കുന്നത്? ഇവർക്ക് സിനഡാലിറ്റിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതോ ഞങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണോ? ഇങ്ങനെയുള്ള അധികാരികളെ സംശയദൃഷ്ടിയിലാക്കുന്ന പല രീതിയിലുള്ള പ്രബോധനങ്ങൾ നമ്മുടെ അതിരൂപതയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടക്കുകയുണ്ടായി. പല പത്രസമ്മേളനങ്ങളിലും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന സിനഡാലിറ്റിയെ ഫോളോ ചെയ്യാതെയാണ് സിറോ മലബാർ സഭ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് സഭയെ കുറ്റപ്പെടുത്തുന്ന, സഭയെ സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തുവാനായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുകയുണ്ടായി. ഈ അവസരത്തിൽ നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കാം. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന് ശേഷം, അതായത് 1965 സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ സമാപിക്കുന്നത്. അതിനുശേഷം സഭയില് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങളുണ്ടായി. അങ്ങനെ സഭയിൽ ആകമാനം ഒരു പുതിയ ഉണർവ് നടക്കുന്ന സമയമാണ്. രാജ്യങ്ങൾ തമ്മിലും ഭൂഖണ്ഡങ്ങൾ തമ്മിലും ഉള്ള വിടവ് ഇല്ലാതായി ഒരു ഗ്ലോബൽ വില്ലേജായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ട് എല്ലാവരെയും ചേർത്തു പിടിക്കണം. സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ കേൾക്കണം. സ്ത്രീകൾക്ക് വേണ്ട സ്ഥാനം സഭയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് നൽകണം. യൂത്ത്, ചിൽഡ്രൻ, പ്രായമായവര് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ ശേഷം അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ആനുകാലിക പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ സഭാ അധികാരികൾ കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഡിസേൺ ചെയ്ത് സഭയെ മുമ്പോട്ട് നയിക്കണം. ഈ സഭയെ മുമ്പോട്ട് നയിക്കേണ്ടത് ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പൂർണ്ണമായ രീതിയിൽ മനസ്സിലാകത്തക്ക രീതിയിൽ പകർന്നു കൊടുത്തുകൊണ്ട് ക്രിസ്തു ചെയ്തു പോയ ആ നല്ല പ്രവർത്തികൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്, ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്നത് പരിശുദ്ധ സഭയാണ്. അപ്പൊ ആ സഭയ്ക്ക് ഇന്നൊരു മാർഗദർശിയായി നമ്മുടെ മുമ്പിലുള്ളത് ക്രിസ്തുവും ശിഷ്യന്മാരും എപ്രകാരമാണോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നു കൊടുത്തത്, അത് തന്നെ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യണം. ഇതിന്റെ വലിയൊരു വക്താവാണ് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ്. ഈ സിനഡാലിറ്റി എന്ന കൺസെപ്റ്റിനെ എല്ലാവരെയും കേട്ട് എല്ലാവരിൽ നിന്നും അഭിപ്രായം ഏറ്റെടുത്തുകൊണ്ട് സഭയുടെ അനുദിന കാര്യങ്ങളില് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഇതിന് യോഗ്യതയുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് മെത്രാന്മാരും അച്ഛന്മാരും മാത്രമല്ല, മറിച്ച് അവർ ഒപ്പം നടക്കുന്ന ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റാണ്
സിനഡാലിറ്റി എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും കാരണങ്ങളുണ്ട്. അതായത് വൈദിക മേധാവിത്വം. ആണുങ്ങളാണ് സാധാരണ കത്തോലിക്ക സഭയിൽ വൈദികരാകുന്നത്. അവർ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡികളിൽ വൈദികരുടെയും മെത്രാന്മാരുടെയും ആധിപത്യം, ആ ഒരു ആധിപത്യം പല പ്രശ്നങ്ങൾക്കും കാരണമാക്കിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. ഇതൊരു വസ്തുതയാണ്. 2, ഈ ആധുനിക കാലഘട്ടത്തില് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് സെക്ഷൽ അബ്യൂസ്. സഭയുടെ അധികാരികൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന ന്യൂമറസ് ആയിട്ടുള്ള സെക്സൽ അബ്യൂസ് അക്യൂസേഷൻസ് ഉണ്ട്. ഇതും ഒരു യാഥാർത്ഥ്യമായിട്ട് ഫ്രാൻസിസ് പിതാവ് കണ്ടെത്തുകയും അതിന് മാറ്റം വരുത്തുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ സിനഡാലിറ്റി എന്ന കൺസെപ്റ്റ്. 3, വേറെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കൂടി, വൃദ്ധന്മാരെ, യൂത്ത്, കുട്ടികളെ, അവരെ എല്ലാവരെയും കേട്ടുകൊണ്ട് അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതാണ് ഈ സിനഡാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ സിനഡാലിറ്റി എന്ന കൺസെപ്റ്റ് ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സാണോ? അതായത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കേണ്ട ഒരു രീതിയാണോ സിനഡാലിറ്റി? അല്ല. നമ്മൾ എല്ലാവരുടെയും കൂടെ നടക്കും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കും. എന്നിട്ട് എന്ത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് പരിശുദ്ധ സഭ ആദ്യമേ തൊട്ടേ ചെയ്തിരുന്ന ഒരു പ്രോസസ്സുണ്ട്, ഡിസേൺമെന്റ് പ്രോസസ്. അതായത് തെറ്റും ശരിയും എന്താണെന്ന് വിചിന്തനം ചെയ്ത ശേഷം, പഠിച്ച ശേഷം, പരിശുദ്ധാത്മാവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനോടുകൂടി പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥ. അതായത് ഭൂരിപക്ഷ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും ആ അഭിപ്രായങ്ങളെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഡിസേൺ ചെയ്ത് ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ളതും സഭയുടെ പഠനങ്ങൾക്ക് നിരക്കുന്നതായിട്ടുള്ളതും സഭയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തീഷ്ണതയോടെ യുക്തിഭദ്രമായിട്ട് ആത്മാവിന്റെ നിറവിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതും സഭയുടെ ഏകോപനത്തെ തടസ്സപ്പെടുത്താത്തതുമായ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അംഗീകാരത്തോടുകൂടി അത് അംഗീകരിക്കുവാൻ ദൈവവിളിയുള്ള മെത്രാൻ സിനഡ് തീരുമാനിക്കുന്നു. അതായത് എല്ലാവരുടെയും കേൾക്കുന്നു, എല്ലാവരുടെയും ഒപ്പീനിയൻ എടുക്കുന്നു. ആ ഒപ്പീനിയൻ ഒരുമിച്ച് കൂടിയ സിനഡൽ പിതാക്കന്മാര് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ തീരുമാനമെടുക്കുന്നു, അത് അംഗീകരിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ദ സിനഡ് ഓഫ് സിനഡാലിറ്റി എന്ന് പറയുന്നത്. അതായത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മുമ്പോട്ട് വെച്ച ഈ ആശയം സഭയിൽ വലിയ ചലനാത്മകത ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരുടെയും അഭിപ്രായം ആരായുന്ന, എല്ലാവരുടെയും കൂടെ നടക്കുന്ന ഒരു സംഭവമാണ്, ഒരു ജനകീയ സംഭവമാണ് എന്നതാണ് ഈ സിനഡാലിറ്റി എന്ന വാക്കുകൊണ്ട് പരിശുദ്ധ പിതാവ് ഉദ്ദേശിക്കുന്നത്. എന്തിലേക്ക്? ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക്, ക്രിസ്തുവിന്റെ ജീവനിലേക്ക്, മറ്റുള്ള ഇടത്തും വലത്തുമുള്ള സഹോദരങ്ങളിലേക്ക് ആ സഭ അങ്ങ് പ്രയാണം ചെയ്യുകയാണ്. ആരിലൂടെ? അച്ഛന്മാരിലും കന്യാസ്ത്രീകളിലൂടെയും സന്യസ്തരുടെയും ബിഷപ്പുമാരുടെയും മാത്രമല്ല, മാമോദിസ വെള്ളം വീണ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലൂടെയും നമ്മൾ ക്രിസ്തുവിന്റെ പ്രേക്ഷിതരായി മാറണം എന്നുള്ള വിപ്ലവാത്മകമായ ഒരു കൺസെപ്റ്റാണ് ഈ സിനഡാലിറ്റിയിലൂടെ പരിശുദ്ധ പിതാവ് അർത്ഥമാക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള അൽമായരെ ശ്രദ്ധിച്ചില്ല. അക്യൂസേഷൻ നമ്പർ 1. ഞങ്ങളുടെ വൈദികർ പറഞ്ഞത് കേട്ടില്ല. അക്യൂസേഷൻ നമ്പർ 2. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ അംഗീകരിക്കത്തില്ല. അക്യൂസേഷൻ നമ്പർ 3. പരിശുദ്ധ പിതാവ് തന്നെ പ്രൊക്ലെയിം ചെയ്ത സിനഡാലിറ്റി എന്തുകൊണ്ട് ഈ ആരാധനക്രമ കാര്യത്തിൽ ഇവര് നടപ്പിലാക്കുന്നില്ല? ആകെ പൊടിപടലം സൃഷ്ടിക്കുന്ന, സാധാരണ ജനങ്ങളുടെ മനസ്സിൽ
സഭയോട് ശത്രുത ഉളവാക്കുന്ന, സഭയുടെ തീരുമാനങ്ങളെ തള്ളിക്കളയാൻ പോലും പ്രാപ്തമാക്കുന്ന ഒരു പൈശാചിക ഗീബൽസ്യൻ തന്ത്രം അൾത്താരയിൽ നിന്ന് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ അത് സഭയ്ക്കെതിരെയാണ്, ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിനെതിരെയാണ്. ഇത് പ്രൊക്ലെയിം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്കും എതിരാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞകാല സംഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. 25-ാം തീയതി തൊട്ട് സഭാ സിനഡ് അനുശാസിക്കുന്ന, അവര് ഒരുമിച്ച് തീരുമാനമെടുത്ത 50 വർഷത്തോളം കൺസൾട്ടേഷൻ നടത്തി എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് തീരുമാനമെടുത്ത ആ കുർബാനക്രമം 25-ാം തീയതി തൊട്ട് ചൊല്ലുവാൻ പറഞ്ഞിട്ട് അതിനോട് പുറംതിരിഞ്ഞു നിന്ന് മറുതലിക്കുന്ന ഒരു പൈശാചിക രീതി, അനുസരണമില്ലായ്മയുടെ അങ്ങേ അറ്റം, പോപ്പിനെ പോലും അനുസരിക്കാതിരിക്കുന്ന രീതിയിലുള്ള ഈ പെരുമാറ്റം ഈ വൈദികരെ എവിടെ കൊണ്ടെത്തിക്കും? സത്യം സത്യമായി പറയാതെ സത്യത്തെ വളച്ചൊടിച്ച് തങ്ങളുടെ സ്വാർത്ഥതകൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയായി മാറ്റുന്നു പരിശുദ്ധ സഭയിലെ എല്ലാ പ്രൊക്ലമേഷനെയും. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിനെയും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും അവർ നിരസിക്കുന്നത്, പ്രത്യേകിച്ച് ആരാധനക്രമ കാര്യങ്ങൾ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ബൈ പ്രൊഡക്റ്റായ പൗരസ്ത്യ സഭകൾക്കു വേണ്ടിയുള്ള ഒരു ആരാധനക്രമവും പാരമ്പര്യം വീണ്ടെടുക്കുവാനുമുള്ള ഒരു ഉദ്ബോധനവുമുള്ള ഒരു ഡോക്യുമെന്റാണ് ഓറിയന്റാലിയം എക്ലേസിയാറും എന്ന ചാക്രിക ലേഖനം. ഇത് ഒരു പക്ഷേ അൽമായർ വായിച്ചു കാണത്തില്ല. കാരണം അൽമായർക്ക് ഇതുപോലുള്ള അറിവുകൾ കൊടുക്കുവാൻ ഇന്ന് നമുക്ക് വളരെ മിനിമൽ പ്രോസസ്സേ ഉള്ളൂ. പക്ഷേ ഈ അച്ഛന്മാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. അപ്പൊ അവരത് മറച്ചു വെച്ചുകൊണ്ട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പൗരസ്ത്യ സഭകളോട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസൃതമായ അതിനെയും വളച്ചൊടിച്ച് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഞങ്ങൾ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞ സഭയ്ക്കെതിരെ റിബല്ലിയസ് മെന്റാലിറ്റി ഊട്ടി ഉറപ്പിക്കുവാനും വളർത്തുവാനും ശ്രമിക്കുന്ന ഒരു പൈശാചിക പ്രാദേശിക നേതൃത്വത്തെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കത്തോലിക്ക വിശ്വാസത്തോടുള്ള വലിയൊരു ചലഞ്ചാണ്. ഇതിനെ തള്ളിക്കളയേണ്ടത് ഇന്ന് വളരെയേറെ ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെയാണ് ഈ ഡിസേൺമെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഈ സിനഡാലിറ്റിയിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എന്താണ് ഈ ഡിസേൺമെന്റ്? പല കാര്യങ്ങളും മനുഷ്യർക്ക് തീരുമാനമെടുക്കുമ്പോൾ പോരായ്മകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവ അരൂപിയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കിയ ശേഷം നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അവിടെ ദൈവികമായിട്ടുള്ള ഒരു കൃപ തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ മനസ്സിലേക്ക് കടന്നു വരും. എല്ലാ വ്യക്തികളുടെയും മനസ്സിലേക്ക് അത് കടന്നു വരത്തില്ല. അതായത് വെസ്റ്റഡ് ഇൻട്രസ്റ്റും സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തികൾ ആ പരിശുദ്ധാത്മാവിന്റെ മുമ്പില് പ്രവർത്തിക്കത്തില്ല. അവരുടെ മനസ്സില് ഈ സ്വാർത്ഥ താല്പര്യം നിലനിൽക്കുമ്പോൾ ഒരു കാർമേഘം പോലെ ദൈവത്തിന്റെ സ്വരത്തോട് അവർ നോ പറയുകയും അല്ലെ കേൾക്കാതെ വരികയും അവരുടെ മനസ്സിലിരിപ്പും അവരുടെ ഉള്ളിലിരിപ്പും അവരുടെ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്ന മാനുഷികമായിട്ടുള്ള പ്രാദേശിക ശക്തികൾ അവിടെ വിളയാടുകയും ചെയ്യും. അപ്പോൾ ഈ ഡിസേൺമെന്റ് പ്രോസസ്സിന്റെ ഭാഗമാകുന്നവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയുടെ നന്മയ്ക്കു വേണ്ടിയും ഉയർച്ചയ്ക്കു വേണ്ടിയുമാണോ, അതോ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് ഞാൻ ജയിച്ചാലും എന്റെ സഭ അല്പം നാണം കെട്ടോട്ടെ എന്നുള്ള പൈശാചിക ചിന്തയാണോ? ഇതിൽ നിന്ന് നമ്മൾക്ക് പിശാചിനെയും മാലാഖയെയും തിരിച്ചറിയാം. സഭയെ അനുസരിക്കാത്തവൻ ക്രിസ്തുവിനുള്ളതല്ല. അവൻ ഗൈഡ് ചെയ്യപ്പെടുന്നത് പ്രാദേശികമായ അരൂപിയിലും മാനുഷികമായ അരൂപിയിലും അൾട്ടിമേറ്റ്ലി സഭയെ നശിപ്പിക്കുവാൻ ഉതകുന്ന പിശാചിന്റെ കെണിയിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ സിനഡാലിറ്റി എന്ന ക്യാപ്സ്യൂൾ നമ്മുടെ അൾത്താരയിൽ നിന്നും നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഇവർ പടച്ചുവിട്ട സിനഡാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം
കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് സിറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 ഒരുമിച്ച് നടക്കുമ്പോൾ, ഒരേ രീതിയിൽ ഒരേ ദിശയിലേക്ക് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ഐക്യത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നടക്കുന്നതല്ല സിനഡാലിറ്റി എന്ന് പറയുന്നത്. താങ്ക് യു.